ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. എണീക്കുമ്പോൾ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ രാവിലെ നല്ല മഴയും തണുപ്പും ഉറങ്ങാനൊക്കെ മൂടി പുതച്ച് ഉറങ്ങാൻ പറ്റിയ ക്ലൈമറ്റാണ്. പക്ഷേ നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ലല്ലോ. എല്ലാവർക്കും രാവിലെ നേരത്തെ എണീക്കണം. അപ്പം ഞാൻ കോവക്ക ഉപ്പേരിക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളി വഴറ്റിയിട്ട് അതിൽ ഇട്ട് പച്ചമുളകും ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചോറ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ കൊത്തായിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ജീരകമൊക്കെ ചേർത്ത് വറുത്ത് വെച്ചിട്ടുള്ളതാണ് ചിക്കൻ കറിക്കായിട്ട്. പിന്നെ ഇതാ അഫ്ലുവൊക്കെ മദ്രസയിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും നല്ല മഴയാണ്. മഴ ഒന്ന് കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവർ കാത്തു നിന്നു. അപ്പോൾ ചെറിയൊരു കുറവ് തോന്നിയ സമയത്ത് അവർ പോവുകയാണ്. അപ്പോൾ മഴയും കൂടി ആകുമ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ ആ സമയത്ത്. 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കോവക്ക ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ചോറും ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ചോറ് ഞാൻ നിസ്കരിക്കാനൊക്കെ പോണ ആ ഒരു ടൈമിൽ അടുപ്പിലിട്ടിട്ടാണ് പോവുക. അതുകൊണ്ട് പെട്ടെന്ന് ചോറൊക്കെ റെഡി ആയിട്ട് കിട്ടും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വരുമ്പോഴേക്ക് നമ്മുടെ അടുപ്പും ബർണറും ഒക്കെ ഫ്രീ ആയി കിട്ടുമല്ലോ. അപ്പോൾ അവർ രാവിലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ഒന്ന് കഴുകിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഡിഷ് ഡ്രെയിനറിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതൊന്ന് ആദ്യം കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് അതിൽ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് പോവാണ്. ചിക്കൻ കറി എന്ന് വെച്ചാൽ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ പൂരിക്കുള്ള മാവ് കുഴച്ച് വെക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയല്ല കേട്ടോ, മൈദ മാവിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാനിത് ഗോതമ്പ് പൊടിയാണെന്ന് വിചാരിച്ച് വാങ്ങിയതായിരുന്നു. പേരൊക്കെ ആട്ടാൻ തന്നെയാണ്, പക്ഷേ ഉള്ളിൽ വെള്ള കളറിലാണ് പൊടി ഉണ്ടായിരുന്നത്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇത് മൈദയാണോ എന്ന്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചപ്പോഴാണ് ശരിക്കും മൈദയാണെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ അത് ഒഴിച്ചിട്ട് പൂരി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇപ്പം ഞാൻ ശരിക്കും പൂരിക്ക് കുഴച്ചത് തന്നെയാണ്. പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു കിച്ചൺ ടവൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പൊടിയൊന്ന് കുഴച്ചിട്ടെടുക്കാം. രാവിലത്തെ മഴയത്ത് നമ്മളൊന്ന് തണുപ്പ് പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം തണുപ്പ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ചൂടോടെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തെടുത്താൽ മാത്രമേ നമ്മളെ കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ മടി പിടിച്ചാൽ നമ്മുടെ വീട് മൊത്തത്തിൽ മടിയായിരിക്കും അല്ലേ. മക്കൾക്ക് മടിയായിരിക്കും. നമ്മളെ കാര്യങ്ങളൊക്കെ സ്ലോ ആകുമ്പോൾ അവർക്കാകെ ലേറ്റ് ആവും. അപ്പോൾ അതാ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരൊറ്റ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ കൂടി പൂരിൻ്റെ മാവിനെയും കുഴച്ച് കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയൊക്കെ എടുത്ത് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ ചിക്കനൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ. നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കില്ലേ കറി, പത്തിരിക്ക്, അതുപോലെയാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടമ്മമാർ ഒരു ചിക്കനൊക്കെ വാങ്ങിയാൽ അതുകൊണ്ട് ഒരു കറിയും ഒരു പൊരിയും എന്ന് പറഞ്ഞ് പലവിധ ഐറ്റംസ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഇതാ ചിക്കൻ കറിക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നേരം കുറച്ചിങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ എത്ര തണുപ്പാണ് മഴയാണെന്നൊക്കെ പറഞ്ഞാലും അടുക്കളയിൽ കുറച്ച് സമയം നിന്നാൽ നല്ല ചൂടാട്ടോ. അപ്പോൾ ഞാൻ ജനാലയൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട നല്ല കാറ്റാണ് പുറത്ത്. ഇപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് നോക്കിയ സമയത്താണ് ഇത് കാണുന്നത്. ഈ തേക്കിൻ്റെ ഇലകളൊക്കെ കുളിച്ച് നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തു. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ കറിക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്.
തേങ്ങയൊക്കെ ഇപ്പോൾ കറണ്ട് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വേഗം അരച്ച് വെക്കണം. എപ്പോഴാണ് കറണ്ട് പോവാന്നൊന്നും ഈ മഴക്കാലത്ത് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരുപാട് തിക്കായിട്ടുള്ള കറി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് കറി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ദിലുവിന് സ്കൂളിൽ കൊണ്ടുപോകാനും ഈ ഒരു കറി തന്നെയാണ് ചോറിന് എടുക്കുന്നത് കേട്ടോ. കാരണം അത്രയൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറേ കറികളൊക്കെ വെച്ചാലും ഇവിടെ കഴിക്കാനായിട്ട് കുറേ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കറി തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൂരി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പൂരി ഇട്ട് കൊടുത്തപ്പോൾ പൂരിക്കുണ്ട് ചെറിയൊരു തണുപ്പ്, പൊങ്ങി വരാൻ കുറച്ചൊരു താമസം എടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായി വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ നിന്നത്. പിന്നെ അതിനെ കോരി മാറ്റി അടുത്ത ആളിനെ ഇട്ട് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊങ്ങി, പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നു കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം മാത്രം പൂരി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അപ്പം തന്നെ കഴിക്കാനൊക്കെ തോന്നൂലേ. പിന്നെ കുറേ സമയം കഴിയുമ്പോൾ ഈ പൂരിയൊക്കെ ചുങ്ങിപ്പോവും. അപ്പോൾ ദിലുവിന് കൊടുക്കാനുള്ളതായപ്പോൾ ഞാനത് അവനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ. പിന്നെ തിരക്ക് പിടിച്ച് ഓടിയൊക്കെ വരുന്ന സമയത്ത് നല്ല ചൂടുള്ള ഫുഡ് കൊടുത്താൽ കുട്ടികൾക്കാണെങ്കിലും ദേഷ്യമൊക്കെ വരില്ലേ അല്ലേ. അപ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പം ചായയൊക്കെ. അപ്പോഴത്തേന് എന്താ ഷാനു വന്നിട്ടൊരു പൂരിയൊക്കെ ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓന് ഞാൻ അടുക്കളയിൽ നിന്നൊന്ന് മാറാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനും ചായയൊക്കെ കൊടുത്തു. മദ്രസയിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞപ്പോൾ പൂരിക്ക് കളറിലൊക്കെ ചെറിയൊരു ചേഞ്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും ചായയൊക്കെ കൊടുത്തു. മദ്രസയിലും സ്കൂളിലൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിലുവിനുള്ള ചോറും കൂടി പാത്രത്തിലാക്കി വെക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുള്ളൂ. ചോറും പിന്നെ കോവക്ക ഉപ്പേരിയും കൂടി പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ വെള്ളം കൂടി കുപ്പിയിലാക്കി വെച്ചു. പിന്നെ കറി കുറച്ചും കൂടി ഒരു ടൈം കഴിഞ്ഞിട്ട് പോണ ആ ഒരു ടൈമിൽ ഞാൻ ബോട്ടിലാക്കുള്ളൂ കേട്ടോ. ഒന്നാമത് അത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം തണുത്തതിന് ശേഷം അത് പാത്രത്തിലാക്കുള്ളൂ. അപ്പോഴേക്കും ഇതാ ഷാനുക്കുട്ടി മദ്രസയിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു മഴയുടെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് മദ്രസയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആ തിരക്ക് പിടിച്ച ഓട്ടമൊക്കെ ഒന്ന് കഴിഞ്ഞു. ഷാനു മദ്രസയിൽ പോയി, ദിലു റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ നല്ല ചൂട് ചായൻ്റെ ഒപ്പം ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം, കറിയൊന്നും ഇല്ലാതെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ മീനുകൾക്കരികിൽ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാനു അവിടെ റോഡിൽ നിൽക്കുന്നുണ്ട് അവൻ്റെ ഫ്രണ്ടിനെയും കാത്തിട്ട്. അപ്പോൾ അതാ അവർ പോകണമെന്ന് നോക്കിയാണ് നിൽക്കുന്നത്. പോയി കഴിയുന്നത് വരെ നോക്കി നിൽക്കണം, അതാണ് എനിക്കും ഇഷ്ടം അവർക്കും ഇഷ്ടം കേട്ടോ. ഷാനു ആണെങ്കിലും ദിലു ആണെങ്കിലും ആരാണെങ്കിലും പോണത് വരെ നോക്കി നിൽക്കും. എത്ര തിരക്കാണെങ്കിലും ആ ഒരു സമയം നമ്മളൊന്ന് ഫ്രീ ആവാൻ കണ്ടിട്ട് വേണം നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ മക്കൾ പോണ ആ ഒരു സമയത്ത് അതെവിടെ ഇതെവിടെ ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാവും, അവിടുന്ന് എടുത്തോ ഇവിടുന്ന് എടുത്തോ എന്നൊക്കെ പറയുന്നത് അവർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു സമയം കൂടി കണ്ടെത്തണം കേട്ടോ. അപ്പോൾ അതാ അഫ്ലു മദ്രസയൊക്കെ വിട്ട് വന്നിട്ട് ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണല്ലോ, അപ്പോൾ അതിനുള്ള പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പോസ്റ്ററിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ് ഓടിപ്പോയി ചെരുപ്പുകളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് മക്കളുടെ. ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവർക്ക് ഇതിനൊന്നും സമയം കിട്ടലില്ല കേട്ടോ. ഉണ്ടെങ്കിലും ചിലപ്പോൾ കഴുകിയൊന്നും വെക്കൂല, എന്നാലും സമയം ഉണ്ടെങ്കിലൊക്കെ ചെയ്ത് വെക്കലുണ്ട്. ഇപ്പോൾ വന്നാൽ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ സമയം കിട്ടലില്ല. അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണ് കേട്ടോ. കാരണം സിറ്റ് ഔട്ട് നമ്മളെപ്പോഴും വേഗം ക്ലീൻ ആക്കിയിട്ടിട്ടില്ലെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാണക്കേടല്ലേ വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ. അപ്പോൾ ആദ്യം സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ്. അപ്പോൾ തുടച്ച് ഫാനൊക്കെ ഇട്ട് വെച്ച് പോയെങ്കിലും ഉണങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചവിട്ടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഷാനു മദ്രസ വിട്ട് വന്നു. അപ്പോൾ നേരെ ഇങ്ങോട്ട് കയറി വരും, ചവിട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ആ നനഞ്ഞ കാലും കൊണ്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ചവിട്ടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവനും കയറി വന്നു കേട്ടോ.
അപ്പോൾ നമ്മളെ വീട്ടിൽ പിരിവാരോ അല്ലെങ്കിൽ നമ്മളെ അയൽക്കാരോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ദിവസം വരാതിരിക്കൂല അല്ലേ? അപ്പോൾ വരുന്ന സമയത്ത് ആകെ മുഷിഞ്ഞ് വൃത്തികേടായിട്ട് ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഷാനുണ്ടാക്കിയ പോസ്റ്റർ. അപ്പോൾ ഇതാണ് അവനുണ്ടാക്കിയത്. പിന്നെ ദാഫിലുണ്ടാക്കിയ പോസ്റ്ററാണ്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് അവരിന്ന് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ സമ്മാനമൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സന്തോഷത്തിലാണ് പോണത്. സമ്മാനമൊക്കെ കിട്ടട്ടെ, കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ അവർ 10 മണിയായിട്ടോ റോഡിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ ബസ് വരുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഇറങ്ങണത്. പക്ഷേ ഇത് അവരെ ബസ്സായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പിന്നാലെ അടുത്ത ബസ്സും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ ഞാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ കാന്താരി മുളകൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാന്താരി ഞാൻ അതിൽ നിന്നൊന്ന് പറിച്ചെടുത്തു. ഒക്കെ ഈ വേനൽക്കാലത്ത് പൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഇലകളൊക്കെ മഴയൊക്കെ പെയ്ത് കുളിച്ച് നല്ല സുന്ദരികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ? അപ്പോൾ ഞാനതൊക്കെ കണ്ടപ്പോൾ കുറച്ച് കാന്താരിയും പറിച്ചു. അതിൻ്റെ ഭംഗിയും കൂടി ഒന്ന് ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ അതാ അപ്പോഴേക്ക് നമ്മുടെ മക്കളുടെ ബസ് വന്നിട്ടുണ്ട്. അവർ പോയി. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി അല്ലേ വീട്ടിൽ. അപ്പോഴാണ് പിന്നെ നമുക്ക് മടിയൊക്കെ വരിക. പിന്നെ ഒരു ജോലിയും ആ ഓട്ടത്തിൻ്റെ തിരക്കൊന്നും പിന്നെ ഉണ്ടാവില്ല. അടുക്കളയിൽ ഇനി കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാണ് കേട്ടോ. അടുക്കളയൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇനി ഫസ്റ്റ് തുടങ്ങുന്നത് വാഷ് ബേസിൽ നിന്നാണ്. അപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകി ഇവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് വേറെ ക്ലീനിങ് സൊല്യൂഷനൊന്നും ഇല്ല. ആ ഒരു ഹാൻഡ് വാഷിൽ തന്നെ ഒരു തുള്ളി ഒറ്റിച്ചിട്ട് അവിടെ തന്നെ അതിന് താഴെ സ്റ്റോറേജ് ഉണ്ട്. അതിനകത്ത് ഇതിന് കഴുകാനുള്ള ബ്രഷും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ് ബേസ് കണ്ടുകൊണ്ട് നമുക്ക് ജോലികൾ തുടങ്ങാം. ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള ജോലികളൊന്നുമില്ല, ക്ലീനിങ്ങിൻ്റെ ആ ഒരു ജോലികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ക്ലീൻ ചെയ്തിട്ട ശേഷം അടിച്ചുവാരി തുടക്കലാണ് പിന്നത്തെ പരിപാടി. അപ്പോൾ അതിന് മുമ്പായിട്ട് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. ബെഡൊക്കെ ഒന്ന് വിരിച്ച് പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി ഒന്ന് അടിച്ചുവാരി പിന്നെ തുടച്ച് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു മോർണിംഗ് റുട്ടീനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.